ഒരിക്കൽ രണ്ട് കുട്ടികൾ തമ്മിൽ ഒരു വലിയ തർക്കമുണ്ടായി. തർക്കം രൂക്ഷമായപ്പോൾ അവരുടെ അധ്യാപകൻ അതിൽ ഇടപെട്ടു. അധ്യാപകൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഒന്നാമൻ പറഞ്ഞു, ഞാൻ പറയുന്നതൊന്നും ഇവൻ ശ്രദ്ധിക്കുന്നില്ല. രണ്ടാമൻ പറഞ്ഞു, ഇവൻ പറയുന്നതെല്ലാം മണ്ടത്തരമാണ്, അതുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തത്. അധ്യാപകൻ അവരോട് പറഞ്ഞു, ആ കാണുന്ന മേശയുടെ ഇരുവശങ്ങളായി ഇരിക്കുക. അവർ അങ്ങനെ ചെയ്തു. അധ്യാപകൻ ഒരു ചെറിയ പന്തെടുത്ത് മേശയുടെ നടുവിൽ വെച്ചു. പന്തിന് ഒരു പ്രത്യേകതയുണ്ട്. പന്തിൻ്റെ ഒരു വശം കറുപ്പ് നിറവും മറുവശം വെളുപ്പ് നിറവുമാണ്. അധ്യാപകൻ അവരോട് പറഞ്ഞു, ഞാനൊരു ചോദ്യം ചോദിക്കാം, എന്താണ് പന്തിൻ്റെ നിറം? ഒന്നാമൻ പറഞ്ഞു കറുപ്പ്, രണ്ടാമൻ പറഞ്ഞു വെളുപ്പ്. അധ്യാപകൻ അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ മേശയുടെ മറുവശങ്ങളായി ഇരിക്കുക. അവർ അങ്ങനെ ചെയ്തു. അധ്യാപകൻ ചോദ്യം ആവർത്തിച്ചു, എന്താണ് പന്തിൻ്റെ നിറം? അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി തങ്ങൾ ആദ്യം കണ്ട നിറമായിരുന്നില്ല പന്തിൻ്റെ മറുവശത്ത് ഉണ്ടായിരുന്നത് എന്ന്. അവർ തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി പരസ്പരം ക്ഷമ ചോദിച്ചു. എല്ലാ നാണയങ്ങൾക്കും രണ്ട് വശങ്ങളുണ്ട്. നാം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരി എന്ന് വാശി പിടിക്കാതെ, അത് മാത്രം വിശ്വസിക്കാതെ മറ്റുള്ളവരെ കൂടി ഒന്ന് കേൾക്കുവാൻ നമുക്ക് കഴിയണം. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ കാഴ്ചകളും കാഴ്ചപ്പാടുകളുമുണ്ട്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് ഞാനെന്ന ഭാവം സ്വയം വെടിഞ്ഞ് മറ്റുള്ളവരെ കൂടി ഒന്ന് കേൾക്കുവാനും അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും കരുതുവാനും നമുക്ക് കഴിയട്ടെ.